അപ്പോൾ തലോസ ചെയ്യാനായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ട് ഊറ്റിയെടുത്താലും നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട്, പക്ഷേ ഞാൻ ഇന്നിപ്പോൾ പെട്ടെന്ന് എന്താ പറയുന്നത്, ഇത് വയ്ക്കാമെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ടാണ് ഇത് കുതിർക്കാതെ വെച്ചത്. അപ്പോൾ വേകാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് കുതിർത്തിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുവേ. അപ്പോൾ അത് വെന്തിട്ട് വരുമ്പോഴാണ് ബാക്കി കൂട്ടൊക്കെ ഞാൻ ചേർക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളേ, വേണമെങ്കിൽ ചേർക്കാമല്ലോ. അപ്പം ഈ ഒന്ന് വെന്തിട്ട് വരുമ്പോൾ ഇതിൻ്റെ ബാക്കി കൂട്ടുകൾ നമുക്ക് റെഡിയാക്കാമേ. ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്കുള്ള ചേരുവകൾ എടുക്കാമേ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ചട്ടി തന്നെ ചെയ്യണത് വരുന്നുണ്ട്. കടുക് പൊട്ടി വന്നു കഴിയുമ്പം ഞാൻ ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നറിയാമോ? ഇതാ പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത്, കരിയാപ്പില, പിന്നെ ഒരു കുഞ്ഞ് സവോളയും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ചേർത്താണ് ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കണ്ട. ചെറുതായിട്ടൊന്ന് വഴന്നിട്ട് വരട്ടെ. വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചതമുളക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി വഴന്ന് വരണം. മക്കമുളകിൻ്റെ പൊടിയാണ്, ഇതും കൂടെ കുറച്ചിട്ട് കൊടുക്കുകയാണേ. നമുക്ക് എരി വേണം, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് ഇടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലോട്ട് ചക്കല ഉപ്പും കൂടി ഇടുവാണേ. ഞാൻ ഉഴുതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഈ ഒരു പരുവെത്തുമ്പോഴത്തേക്കേ നമ്മുടെ ഉഴുന്നും കൂടി അതിലോട്ട് തട്ടി കൊടുക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല തേങ്ങയിട്ടും വയ്ക്കാം, തോരൻ പോലെയും വയ്ക്കാം, അല്ലാതെ ഇങ്ങനെയും വയ്ക്കാം. ഇതൊന്ന് കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി ഇതാ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പരുവത്തിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും കുറേ കറികളുടെ കൂടെ ഒരു മെഴുക്ക് പുരട്ടി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ ഉഴുന്ന് നല്ലതല്ലേ, കഴിക്കുന്നതും നല്ലതാണല്ലോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലെത്തി വന്നിട്ടുണ്ട്. ഉപ്പേരി റെഡിയായി. ഉപ്പേരി എന്നും പറയും, മെഴുക്കുവരട്ടി എന്നും പറയും, എന്ത് വേണേൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്.